Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. Hope you all are doing well. നിങ്ങളുടെ ജീവിതത്തെ ദൈവം ചോദിക്കുന്നതിനേക്കാൾ നന്മകൾ തന്ന്, നനയ്ക്കുന്നതിനേക്കാൾ നന്മകൾ തന്ന് ദൈവം നടത്താൻ വിശ്വസ്തനാണ്. Our God is faithful to lead you more than that what you ask or imagine. ആമേൻ. ഫിലിപ്പിയർ 3:20 പഠിക്കുമ്പോൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. Our citizenship is there in heaven. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. And we are waiting that our Jesus Christ will come from heaven in order to save us. നാം മറന്നു പോകരുത്, നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. And do not forget that our citizenship is there in heaven. അവിടെ നിന്ന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. From whence also we look for the Savior, the Lord Jesus Christ. Our citizenship is in heaven. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നാം അത് മറക്കരുത്. We do not forget that. ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. And Billy Graham once said like this. My home is in heaven. I am just traveling through this world. എന്റെ ഭവനം സ്വർഗത്തിലാണ്, ഞാൻ ഈ ഭൂമിയിൽ ഒരു യാത്രികൻ മാത്രമാണ്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. We all are living this earth. നമുക്കെല്ലാവർക്കും ഭൗതിക നന്മകൾ ആഗ്രഹിക്കുന്നു. And we all have the desire of material blessing. അത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. I'm not telling that it's wrong. നാം വലിയ വീടുകളിൽ താമസിക്കുമ്പോഴും, Even though we are living in big ചെറിയ houses, വീടുകളിൽ താമസിക്കുമ്പോഴും, even though we are living in small houses, നമുക്ക് ഞെരുക്കമുള്ളപ്പോഴും, whenever we have overwhelmness, റിജക്ഷൻസ് ഉള്ളപ്പോഴും, whenever we have rejection, നാം ഓർക്കേണ്ട ഒരു കാര്യം, there is something we have to remember. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്. There is a home in heaven for us. നാം ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളെയും പഠിച്ചാൽ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ സംസ്കാരമുണ്ട്. And if we study each and every nation in this world, each and every nation has their own culture. ഓരോ ദേശക്കാരും ഓരോ ഭാഷക്കാരും ഇങ്ങനെ ഓരോ വ്യത്യസ്തതകൾ കാണുവാൻ കഴിയും. വ്യത്യസ്ത ഭക്ഷണം, വ്യത്യസ്തമായ ശരീര പ്രകൃതി, വ്യത്യസ്ത കളറുകൾ, ഇതെല്ലാം കാണുവാൻ കഴിയും. And when we look into each and every country, we can see that difference in culture, difference in food, physical status and everything. The culture reveals your origin. നിങ്ങളുടെ സംസ്കാരമാണ് നിങ്ങളുടെ ആരംഭത്തെ, ഉത്ഭവത്തെ കാണിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ ഉത്ഭവത്തെ കാണിക്കും. Your culture reveals your ദൈവരാജ്യത്തിന്റെ സംസ്കാരം, the kingdom culture, അത് ഒരു റോയൽ കൾച്ചറാണ്. it's a royal culture. ദൈവരാജ്യത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ, In order to understand the character of the heaven, പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ നാം we മനസ്സിലാക്കണം. have to understand the person Holy Spirit, ഒരു വ്യക്തി എങ്ങനെയാണ് ഇടപെടുന്നത്, അതുപോലെ നമുക്ക് ആ വ്യക്തിയോട് താല്പര്യമുണ്ടാകും. and how a person interfere according to that we may ഒരു feel love വ്യക്തി to that person. ചർച്ചിൽ വരുമ്പോൾ Once when somebody come to നാം church, എങ്ങനെ ഇടപെടണം, how we will conduct that എങ്ങനെ person, ഇടപെടുന്നു, how you conduct, എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ, കരുതാൻ പറ്റും, how we can allow him, how we can protect him, and how we can care him. ആ കരുതൽ ഏറ്റെടുക്കുമ്പോൾ Once we receive the caring, അവർക്ക് നമ്മളിൽ ഒരു മതിപ്പുണ്ടാകും. and they will feel a joy in us. പരിശുദ്ധാത്മാവെന്ന വ്യക്തി ഒരു കംഫർട്ടറാണ്. Holy Spirit is a comforter, കൗൺസിലറാണ്, is a counselor, അഡ്വക്കേറ്റ് ആണ്, is an advocate, ഗവർണറാണ്, is a governor, ഒരു ഹെൽപ്പറാണ് is a helper. എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. And we do not forget these things. ഈ ലോകത്തിന്റെ അഡ്വക്കേറ്റ് In this world, the advocates, കേസെടുത്താൽ ഫീസ് ഉണ്ട്. if he take over a case, there is a fee, ആ കേസ് ജയിക്കണമെന്നില്ല. and there is no surety that that case will be. എന്നാൽ പരിശുദ്ധാത്മാവെന്ന അഡ്വക്കേറ്റ് നമ്മുടെ വിഷയം ഏറ്റെടുത്താൽ, But Holy Spirit, the advocate, take over our cases, 100% നമുക്ക് വിജയമുണ്ടാകും. we will get 100% victory. മാനിഫെസ്റ്റിംഗ് ഹെവൻലി കിങ്ഡം കൾച്ചർ. ദൈവരാജ്യത്തിന്റെ സംസ്കാരത്തെ വെളിപ്പെടുത്തുന്നവരായി മാറുക. ആമേൻ. ദൈവരാജ്യത്തിന്റെ സംസ്കാരത്തെ നാം വെളിപ്പെടുത്തണം. We have to manifest heavenly kingdom ആ culture. ദൈവരാജ്യത്തിന്റെ സംസ്കാരം നമ്മളിൽ ഉണ്ടാകണം. We must have the heavenly kingdom culture in us. അതാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. That's what God desires in us. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. I pray for you. ഇപ്പോൾ ദൈവത്തിന്റെ കരം നിങ്ങളെ തൊടുകയാണ്. Right now the hand of God is touching you. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഇപ്പോൾ ഒരു വലിയ വിടുതൽ ഈ ജനത്തിന്റെ മേൽ കൽപ്പിക്കണമേ. Right now a mighty deliverance come upon the children of ഒരു God. സൂപ്പർനാച്ചുറൽ
ഹെവൻലി കൾച്ചർ ബിൽഡ് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. God help us to build a supernatural heavenly culture. അത് ഞങ്ങളിൽ സംഭവിക്കട്ടെ. Let that happen in us. അത് ഞങ്ങളിൽ വാഴട്ടെ. Let that rule over us. ആ ഹംബിൾനെസ് ഞങ്ങൾ ഏറ്റെടുക്കാൻ ഇടയാക്കണമേ. God help us to receive that humbleness. അങ്ങ് അത്ഭുതം ചെയ്യണമേ. Lord, do a miracle in our life. ബ്ലസ് ചെയ്യുന്നു We bless them. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. I love you. Manifesting heavenly kingdom culture നാം ബിൽഡ് ചെയ്യണം. ദൈവരാജ്യത്തിന്റെ സംസ്കാരത്തെ നാം വെളിപ്പെടുത്തുക. We have to build the heavenly culture. ആമേൻ.